ഗായ്സ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഏസർ പ്രിഡേറ്റർ നിയോ 16s AI-ന്റെ ഫസ്റ്റ് ഇംപ്രഷനും റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു പേര് ഈ ലാപ്ടോപ്പിന് കൊടുത്തത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏസർ പ്രിഡേറ്റർ നിയോ 16s AI ഇത്രയും വലിയ പേരാ. ഓക്കെ, അപ്പൊ ഇത് ഞാൻ വാങ്ങിയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫ്ലിപ്കാർട്ടിന്റെ ഗോഡ് സെയിൽ ഉണ്ടായിരുന്നില്ലേ ഇപ്പൊ ഈ ജൂലൈയിലും. അപ്പൊ ആ സമയത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ 1,79,000 സംതിങ്ങിന്റെ ലാപ്ടോപ്പ് ആണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഇത് എനിക്ക് കിട്ടിയത് 1,47,000 അത് ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്കിന്റെ ഒരു ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നമ്മളാണ് എനിക്കിത് ഡിസ്കൗണ്ട് കിട്ടിയത്. ആദ്യം കാണിക്കാനില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാപ്ടോപ്പ് ഒന്ന് നോക്കി. ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. എത്രക്ക് സ്ലിം ആണ് നോക്ക്. വളരെ സ്ലിമ്മാ. ഇത് 18.9 മറ്റാണ് ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. വിത്ത് ലാപ്ടോപ്പ് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വ്യൂവിൽ 18.9 ആണ് ഇതിന്റെ തിക്നെസ്. ഓക്കെ, എൻ്റെ കയ്യിൽ പണ്ടത്തെ ഒരു 2019 മോഡൽ ഏസർ നൈട്രോ 5 ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഞാനൊന്ന് കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ആ ലാപ്ടോപ്പ്. ഓക്കെ, ഇത് എത്രയൊക്കെ ഉണ്ട് നോക്ക്. ഇതിൽ ഫുൾ ഫ്ലെഡ്ജ്ഡ് കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് 2019 മോഡൽ ഏസർ നൈട്രോ 5 ആണ്. അപ്പോൾ ഇതിന്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് റൈസൺ 5 3550H പ്രോസസ്സറാണ് ഇതിലുള്ളത്. പിന്നെ ഒരു GTA 1650 ഗ്രാഫിക് കാർഡും കൂടി ഉണ്ട് ഇതിൽ. അത് 50 വാട്ടിന്റെ ഒരു എന്തായിരുന്നു ഗ്രാഫിക് കാർഡായിരുന്നു അത്. ഓക്കെ, നമുക്ക് ഇതിന് ഏസർ പ്രിഡേറ്ററിലേക്ക് കടക്കാം. അപ്പൊ ഇതാണ് നമ്മളെ ലാപ്ടോപ്പ്. ഇതില് ആദ്യം തന്നെ പറയാനുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് ഫിംഗർ പ്രിന്റ് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാലും അത് അവിടെ ഇങ്ങനെ മാർക്കായി വരും. അതൊരു മൈക്രോ ഫൈബർ വെച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അത് പോവും. ഓക്കെ, ഇവിടെ ഒരു RGB ലൈറ്റിംഗ് ഉള്ള ഒരു പ്രിഡേറ്ററിന്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് തുറന്നു നോക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ വൺ ഹാൻഡ് കൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ബെഡിൽ ഒരു അൺകംഫർട്ടബിൾ പൊസിഷനിലായതുകൊണ്ട് ഇത് ഓപ്പൺ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സ്പെക്ക് വൈസ് ഇത് പറയാനാണെങ്കിൽ ഇത് ഒരു 16 ഇഞ്ച് 2K ആമോലഡ് അല്ല OLED ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഭയങ്കര ബ്രൈറ്റും ഭയങ്കര ഇതുമാണ്. പക്ഷെ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഗ്ലെയർ അടിക്കുന്നുണ്ട്. ഗ്ലെയർ നിങ്ങൾക്ക് ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമില്ല, ഒരു ഡിസ്പ്ലേ അല്ല. ഈ 1,47,000 ഇത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റീൽ ഡീലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓക്കെ, ഞാൻ ഈ ഒരു വാൾപേപ്പർ ഇട്ടതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ OLED ഡിസ്പ്ലേക്കല്ല ഒരു പ്രശ്നമുണ്ട്. അതായത് നമ്മളിപ്പോൾ IPS ഡിസ്പ്ലേ പോലെയല്ല, എല്ലാം മൈക്രോ LEDs ആണ്. ഓക്കെ, അപ്പോൾ ആ LEDസിന് ഒരേ സാധനം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ടാസ്ക് ബാർ ഉണ്ടല്ലോ, ഈ ടാസ്ക് ബാർ ഇതേ പൊസിഷനിൽ കുറേ കാലം കടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു അച്ച് പോലെ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കും. അപ്പോൾ നമ്മൾ വേറൊരു സ്ക്രീനിലേക്കോ വൈറ്റ് സ്ക്രീനിലേക്കെല്ലാം പോകുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ട്രേസ് അവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു OLED ഡിസ്പ്ലേ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ എപ്പോഴും ഒരു മൂവിങ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനം വാൾപേപ്പർ ആയിട്ട് ഇടാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ സ്പെസിഫിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് എനിക്കിത് 1,47,000 കിട്ടിയ ഒരു ലാപ്ടോപ്പാണ്. ഇതിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇത് കോർ അൾട്രാ 7 255HX എന്ന് പറഞ്ഞ പ്രൊസസ്സറാണ്. ഇതിന്റെ ഞാൻ ടാസ്ക് മാനേജർ തുറന്ന് കാണിച്ചു തരാം. ഓക്കെ, CPU എന്ന് പറയുന്നത് കോർ അൾട്രാ 7 255HX എന്ന് പറഞ്ഞ പ്രൊസസ്സറാണ്. ഇതിന്റെ കോർസ് എന്ന് പറയുന്നത് 20 കോർസ് ആണ് ഇതിലുള്ളത്. L1 ക്യാഷ് 2 MB, L2 ക്യാഷ് 36 MB, L3 ക്യാഷ് എന്ന് പറയുന്നത് 30 MB ആണ്. അപ്പോൾ 20 കോറിൽ 8 പെർഫോമൻസ് കോറും 12 എഫിഷ്യൻസി കോറുമാണ് ഇതിനകത്ത് നമുക്ക് വരുന്നത്. അപ്പോൾ CPU വൈസ് എന്ന് പറയുന്നത് ദ ബെസ്റ്റ് എന്ന് പറയാം. നമുക്ക് ഈ സെഗ്മെന്റിലത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റലിന്റെ ഒരു CPU ആണ് നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത റാം വന്നിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈനിക്സിന്റെ 6400 മെഗാഹെർട്സിന്റെ ഒരു സിംഗിൾ സ്ലോട്ടഡ് റാമാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് അപ് ടു 64 GB അപ്ഗ്രേഡബിളും ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം. ഇതിൽ നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 16 GB ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ 1 TB SSD ആണ് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രാഫിക് കാർഡിലേക്ക് വരാം. ഗ്രാഫിക് കാർഡ് കണ്ട RTX 5070 ആണ് ഇതിനകത്ത് വന്നിട്ടുള്ള ഗ്രാഫിക് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ RTX 5070 8GB ഗ്രാഫിക് കാർഡാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അണ്ടർ 1.5 lakhs RTX 5070 നിങ്ങൾക്ക് എവിടെ തപ്പിയാലും ഈ കറണ്ട് ഡേറ്റിൽ 2026 ജൂലൈയിൽ നിങ്ങൾക്ക് ഇത് കിട്ടൂല, ഞാൻ ഉറപ്പ് പറയുക.
അത് ആ സെയിലിൽ എന്തോ ഭാഗ്യത്തിന് വന്നു. അതുമാത്രമല്ല ഈ OLED ഡിസ്പ്ലേയും ഈ ഒരു പാക്കുള്ള ഒരു ലാപ്ടോപ്പ് എന്ന് പറയുന്നത് 1.47 ലാക്സിന് വർത്താണ് ഇത് പറയുന്നത്. ഓക്കെ, പോർട്സിലേക്ക് വരുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈതർനെറ്റ് പോർട്ടും പിന്നെ ഒരു USB 3.1 പോർട്ട്, പിന്നെ ഒരു മൈക്രോ SD കാർഡിന്റെ ഒരു സ്ലോട്ട് ഉണ്ട്, പിന്നെ ഒരു 3.5mm ഓഡിയോ ജാക്കും ഉണ്ട്. പിന്നെ ഈ സൈഡിൽ ഒരു ഫാനിന്റെ വെന്റ് വരുന്നുണ്ട്, പിന്നെ ഒരു സ്പീക്കർ ഗ്രില്ലും അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ബാക്കിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് ഇവർ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ അഡാപ്റ്റർ പിന്നും പിന്നെ ഒരു HDMI-ന്റെ 2.1 പോർട്ട്, പിന്നെ 2 തണ്ടർ ബോൾട്ട് സപ്പോർട്ട് ചെയ്യുന്ന, അതായത് ഡയറക്റ്റ് എക്സ്റ്റേണൽ GPU-ലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന തണ്ടർ ബോൾട്ട്സ് 4 സപ്പോർട്ട് ചെയ്യുന്ന 2 ടൈപ്പ് C പോർട്ടും ഇവർ കൊടുത്തിട്ടുണ്ട്. ഇനി റൈറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് 2 3.1 Gen 2 പോർട്ടാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ 2 പവർ ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. ഓക്കെ, പിന്നെ ഒരു ഇതിൻ്റെ ഫാനിൻ്റെ ഗ്രില്ലും കൊടുത്തിട്ടുണ്ട്. അത്രയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പോർട്സിലൊക്കെ പറയാനുള്ളത്. പിന്നെ ബാക്ക് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഫിംഗർ പ്രിൻ്റ് അഡാപ്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇത് ബാക്കിലൊരു ലോഗോ ഉണ്ട്, അതും കസ്റ്റമൈസ്ഡബിൾ ആണ്. പിന്നെ ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു ബാക്കിൽ ഇങ്ങനത്തെ ഒരു എക്സോസ്റ്റ് വെൻ്റ് പോലത്തെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. ഇത് എന്ന് പറയുന്നത് സിംഗിൾ ഹാൻഡിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ലാപ്ടോപ്പാണ്. ഓക്കെ, ഇത് കണ്ട, ഇത് എന്നെ ഇതിനകത്ത് പെർഫെക്റ്റ് ആയി കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പെർഫോമൻസ് മോഡ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ബട്ടൺ കൂടെ വന്നിട്ടുണ്ട്. ഒരു സ്പീക്കർ ഗ്രില്ലും കൂടി ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് DTXും കൂടെ ഇവർ ട്യൂൺ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു പ്രിഡേറ്ററിൻ്റെ ലോഗോ, ഐസേഫിൻ്റെ ബാഡ്ജ്, പിന്നെ ഇതിൻ്റെ കുറച്ച് പ്രൊമോഷനും കാര്യങ്ങളും ഉണ്ട്. വലിയൊരു ട്രാക്ക് പാഡ്, പിന്നെ ഉള്ളത് ഇതിൻ്റെ 2 സ്റ്റിക്കർ, പിന്നെ HDR ഡിസ്പ്ലേ ആണ്. ബൈ ദ വേ, ഇത് HDR ഡിസ്പ്ലേ ആണ്. ഇതിന്റെ പവർ ബ്രിക്ക് എന്ന് പറയുന്നത് 230 വാട്ട്സിന്റെ ഒരു പവർ ബ്രിക്കാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ വേരിയന്റ് എന്ന് പറയുന്നത് RTX 5070 പിന്നെ Core Ultra 7 ഉള്ള വേരിയന്റ് ആണ്. ഇതിനകത്ത് എന്ന് പറയുന്നത് 115 വാട്ട് വരുന്ന ഒരു ഗ്രാഫിക് കാർഡാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഇതിന് വേറൊരു വേരിയന്റും കൂടി ഉണ്ട്, ഒരു RTX 5070 Tiയും Core Ultra 9 വരുന്ന ഒരു വേരിയന്റും കൂടിയുണ്ട്. അത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ RTX 5070 Ti എന്ന് പറയുന്നത് 140 വാട്ട്സിൽ ക്ലോക്ക് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. നോർമലി നമുക്ക് 2 lakhs-നൊക്കെ എബോവ് ആയിട്ടുള്ള എല്ലാ ലാപ്ടോപ്പും 140 വാട്ട്സിന്റെ സാധനങ്ങളാണ് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ തിന്നായിട്ടുള്ളൊരു ലാപ്ടോപ്പാണ്. അപ്പോൾ ഇതിന്റെ തെർമൽസ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. അതായത് നമ്മൾ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആയിരിക്കും. അതുകൊണ്ട് ഇവർ 5070 Tiയിൽ കൊടുത്തിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 16S ആണ് മോഡൽ. അപ്പോൾ S എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത് സ്ലിം എന്നാണ്. അപ്പോൾ നോർമലി ഇത് 5070 Ti ആയിരുന്നു ആദ്യം ഇറങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ ആദ്യം ഇവർ 5070 Ti ഇറങ്ങുന്ന സമയത്ത് സ്ലിം ആയതുകൊണ്ട് ഇതിന്റെ വാട്ടേജ് കുറച്ചിട്ട് 115 വാട്ടിലേക്ക് ഇവർ അണ്ടർ ക്ലോക്ക് ചെയ്തു. അപ്പോൾ അത് 5070 Tiയിൽ 5070ലേക്ക് വരുമ്പോൾ ഇവർ ഫുൾ വാട്ടേജാണ് കൊടുത്തിട്ടില്ലേ. 115 വാട്ടിന്റെ എന്തായാലും 5070 Core Ultra 7 ആണ് നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. Core Ultra 7 ഐ തിങ്ക് അത് 45 വാട്ടിന്റെ ഏറ്റവും ആണെന്ന് തോന്നുന്നു. കമ്പൈൻഡ് നമുക്ക് ഒരു 170 വാട്ടിന്റെ പവർ ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അതും ഇത്രയും ചെറിയൊരു ചേസി ഉള്ള ഒരു ലാപ്ടോപ്പിൽ നിന്നാണ് നമുക്കിത് കിട്ടുന്നത്. വളരെ തിന്നാണ് ഇത്, കണ്ട, വളരെ തിന്നും ഹൈ പെർഫോമൻസ് ആയിട്ടുള്ള സാധനമാണ് ഇത്. അപ്പം ഞാൻ ഇതിൽ കുറേ ഗെയിംസ് കളിച്ചു നോക്കി. അപ്പം ഞാൻ കളിച്ചിട്ടുള്ള സ്പേസ് മറൈൻ 2 കളിച്ചിട്ടുണ്ട്, റെസിഡന്റ് ഈവിൽ 2 മറ്റേ റീമാസ്റ്റേർഡ് എഡിഷൻ കളിച്ചിട്ടുണ്ട് അതിൽ. പിന്നെ നമ്മളെ ഈ ഫുട്ബോൾ ഒരു ഗെയിമുണ്ട് മറ്റേ ഫിഫ പോലത്തെ, അതും കളിച്ചിട്ടുണ്ട്. പിന്നെ ഗോഡ് ഓഫ് വാർ റഗ്നറോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമുണ്ട്, അതും കളിച്ചു. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ 10 ദിവസമായിട്ട് ഞാനിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിമാണ്. അപ്പോൾ ഞാൻ നോക്കിയത് വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഓവർവ്യൂവിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ബെസ്റ്റ് നമുക്ക് 1.5 lakhs 5070 കിട്ടിയതിൻ്റെ ഒരു നമ്മ പവർ ഡെലിവറി ഉണ്ടല്ലോ, അത് നമുക്കിത് മാക്സിമം നമുക്കിത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൽ പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ DLSS 4 വരുന്നുണ്ട്. DLSS 5ന്റെ സപ്പോർട്ടും ഇത് കൊടുക്കുന്നുണ്ട്, അതായത് മൾട്ടി ഫ്രെയിം ജനറേഷൻ. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മൾ ഒരു റോ പെർഫോമൻസ് എന്ന് പറയുന്നത് നമുക്കൊരു 30, 40, ഒരു 60 FPS ഒക്കെയാണ് നമുക്ക് കിട്ടല്. അപ്പോൾ മൾട്ടി ഫ്രെയിം ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ AI വെച്ചിട്ട് അതിൻ്റെ ഇപ്പോൾ 30 FPS ആണെങ്കിൽ അതിൻ്റെ 4 ഇരട്ടി AI വെച്ച് പ്രെഡിക്റ്റ് ചെയ്തിട്ട് ആ ഫ്രെയിംസ് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് 4 ഇരട്ടി എന്ന് പറഞ്ഞാൽ 30 × 4 അത്ര ടൈംസ് ഓഫ് ഫ്രെയിംസ് നമുക്ക് കിട്ടും.
അത് ഭയങ്കര വർത്ത് ഒരു സാധനം. ഞാനിത് DLSS 4 ഇട്ട് കളിച്ച് നോക്കി. അതായത് ഞാൻ കളിച്ചത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് മറൈൻ. സ്പേസ് മറൈൻ 2 എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസോഴ്സ് ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറെ കുറെ ഒരു ഡൈനോസർ പോലത്തെ കുറെ സാധനങ്ങൾ വരും. നമ്മൾ അതിനെ വെട്ടി 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 കൊന്ന് അങ്ങനെ ചെയ്യേണ്ട ഒരു സാധനം. അപ്പൊ സ്റ്റീമിൽ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പൊ നമ്മളത് കളിച്ചു നോക്കി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോ ആയിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 70 FPS ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോറി, അതായത് ഫുൾ അൾട്രയിൽ ഇട്ടിട്ട് 2K റെസൊല്യൂഷനിലാണ് നിങ്ങൾ റെൻഡർ ചെയ്യുന്നതെങ്കിൽ അതിൽ ഐ തിങ്ക് ഒരു 170 FPS കിട്ടുന്നുണ്ട്. അതായത് DLSS ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 170 FPS കിട്ടും. അത് അൾട്രയിൽ. ഇത് 8 GB VRAM ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് 8 GB VRAM മാക്സിമം നമുക്ക് ഇതിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതാണ് എനിക്കിതിൽ പറയാനുള്ളത്. അപ്പോൾ 5070 നിങ്ങൾക്ക് 5060 ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1.4 1.5 ലാക്സിന്റെ താഴെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 5070യും കിട്ടി, 8 GB VRAM കിട്ടി, DLSS 4 കിട്ടി. ഇനി DLSS 5 ഇറങ്ങുന്ന സമയത്ത് 5070ക്കും അതിന്റെ സപ്പോർട്ട് കിട്ടും. അപ്പൊ അങ്ങനെയാവുന്ന സമയത്ത് DLSS 5ന്റെ വീഡിയോസ് നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ കാണും എത്ര 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 നല്ലോണം FPS പിന്നെ കുറെ ഗ്രാഫിക്സിൽ കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരും. പിന്നെ RTX ആയതുകൊണ്ട് RTX ഓണാക്കാം, അടിപൊളിയാണ്. പിന്നെ പിന്നെ ഇത് തിൻ ഫോം ഫാക്ടറിലുള്ള ഒരു എന്തായിരുന്നു ചേസസ് ഉള്ള ഒരു ലാപ്ടോപ്പ് ആയതുകൊണ്ട് എനിക്കിതിൽ തെർമൽസിന്റെ ഇഷ്യൂ എന്തായാലും ഫേസ് ചെയ്യുമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാനിത് ടെസ്റ്റ് ചെയ്ത് നോക്കി. ടെസ്റ്റ് ചെയ്തിട്ടാകുമ്പോൾ എനിക്ക് ഇതിൽ സ്റ്റീമിന്റെ ഓവർലേ ഇട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയത് CPU ഒരു അപ് ടു 80°C വരെ പോകുന്നുണ്ട്. ഒരു GPU എന്ന് പറയുന്നത് ഒരു 85 70 to 85ന്റെ ഇടയിൽ, 90 ഒന്നും കയറിയിട്ടില്ല. പക്ഷെ ഞാനിത് തൊട്ട് നോക്കുന്ന സമയത്ത് ഭയങ്കര ചൂട്, മുകളിലും ചൂടാ അടിയിലും ചൂടാ. അതേ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ലീജിയൻ 7i Pro RTX 5070 Ti 12 GB VRAM ഉള്ള സാധനം. അത് എന്ന് പറയുന്നത് 100 ഒക്കെ ടച്ച് ആവുന്നുണ്ട് അതിൻ്റെ. അത് 140 വാട്ടിന്റെ ഫുൾ ഫ്ലെഷ്ഡ് ആയിട്ടുള്ള GPU ആണ് അതിനകത്ത് വരുന്നത്. അതെന്ന് പറയുന്നത് 140 വാട്ട്സിന്റെ ആണ്. അപ്പോൾ അതെന്ന് പറയുന്നത് 100°C വരെ ടച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഞാൻ തൊട്ട് നോക്കുന്ന സമയത്ത് ഭയങ്കര ഹീറ്റ് ഒന്നുമില്ല. പക്ഷെ ഇത് തിൻ ഫോം ഫാക്ടർ ആയതുകൊണ്ട് എനിക്കൊന്ന് ഹീറ്റ് ഡിസിപ്പേറ്റ് ആവുന്നത് ചേസസിൽ ഫുള്ളായിട്ട് അറിയുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഇതിന്റെ ഇഷ്യൂ. ഇനി നമുക്ക് ഇതിന്റെ പ്രിഡേറ്റർ സെൻസ് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. അതിനകത്ത് പോയിട്ട് നമുക്ക് സാധനങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഇതാണ് പ്രിഡേറ്റർ സെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു കുറെ ആനിമേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനാരിയോസ് ആണ്. സിനാരിയോസിനകത്ത് ഈക്കോ ബാലൻസ്ഡ്, അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്യാം. ഇതിപ്പോ ഞാൻ പവർ അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇത് രണ്ടും കാണിക്കുന്നത്. നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതിപ്പോ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്തപാട് തന്നെ നമുക്ക് പെർഫോമൻസ് മോഡും ടർബോ മോഡും എനേബിൾ ആയി. പിന്നെ ഫാൻ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഒച്ചപ്പാടാക്കാൻ തുടങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനുശേഷം നമുക്ക് ഇവിടെ വരുന്ന മോഡ്സ് നമുക്ക് ചെക്ക് ചെയ്യാം. മോഡ്സിൽ നമുക്ക് ടർബോ, ഈ പറഞ്ഞ ഈ 4 മോഡ്സ് ആണ് ഉള്ളത്. അതിന് സ്പെഷ്യൽ ആയിട്ട് ഇവിടെ ഒരു ബട്ടൺ കൂടെ വരുന്നുണ്ട്. ഓക്കെ, ഡിസ്പ്ലേനെ പറ്റി പറയാനാണെങ്കിൽ ഇത് OLED 240 ഹെർട്സിൽ റിഫ്രഷ് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആണ്. 240 ഹെർട്സ് OLED പാനൽ 1600p റെസൊല്യൂഷൻ ഉള്ള ഒരു മോണിറ്റർ ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡ്സിൽ നമുക്ക് ഇതിനകത്ത് ഈ പറഞ്ഞ മോഡ്സ് ആണുള്ളത്. പിന്നെ ഫാനിന്റെ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോയിൽ വേണമെങ്കിൽ ഓട്ടോയിൽ ഇടാം, മാക്സിൽ വേണമെങ്കിൽ മാക്സിൽ ഇടാം. കസ്റ്റമിൽ നമുക്ക് പോയി RPM സെറ്റ് ചെയ്യാം. CPU-ന്റെ ആണെങ്കിൽ CPU എന്ന് പറഞ്ഞ എത്രയാണോ അത് സെറ്റ് ചെയ്യാം. എന്താണിത്? ഓട്ടോ ഓഫ് ആക്കണം. ഓഫ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് കൊള്ളാം, നല്ലൊരു ഫീച്ചറാണ്. പിന്നെ അത് മാക്സിൽ കൊടുക്കാം. പിന്നെ നോർമലി മറ്റേ ഫുൾ ഫ്ലെഷ്ഡ് ആയിട്ടുള്ള ഇതിൽ വരുന്ന പോലെ ഓവർ ക്ലോക്കിങ്ങും കാര്യങ്ങളും ഇവർ ഇതിൽ കൊടുത്തിട്ടില്ല. പിന്നെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫക്ട്സാ. അതിൽ നമുക്ക് ഏരിയ എന്ന് പറയുന്നത് ഇതിന്റെ ബാക്കിലും ഒരു LED ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അത്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ഈ കീബോർഡ്സ് പറയുന്നത് 4 സോൺ LED ആണ്. അതായത് 4 സോണിലാണ് ഇതിന്റെ LED ഡിവൈഡഡ് ആയിട്ട് ഉള്ളത്. അപ്പൊ അതിൽ നമുക്ക് ഓരോരോ കളർ സെറ്റ് ചെയ്യാൻ പറ്റും, ഓരോരോ എഫക്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റും, ഓരോരോ കളർ നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാം. ബാക്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഏരിയ കൺട്രോൾസ് വരുന്നുണ്ട്, അതും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അഡ്വാൻസ് സെറ്റിങ്സിൽ ഇതിനകത്ത് കുറെ ഇവര് ഏസർ എന്ന് പറയുന്ന DTS ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്.
അപ്പൊ അതിൽ നമുക്ക് അതിന്റെ ഇവര് മൈക്കിന് ഒരു ടെക്നോളജി ഉണ്ട്. 4 മൈക്കും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഓഡിയോ ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഓരോരോ ടെക്നോളജിയും അതിന്റെ ഓരോരോ മോഡ്സ് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് ബാറ്ററി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 80% ക്ലോക്ക് ചെയ്ത് വെക്കാം, അല്ല ലിമിറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഇപ്പൊ ഞാൻ ഡിസ്പ്ലേ കണക്ട് ചെയ്തിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ NVIDIA മാത്രമാണ്. അത് വേണമെങ്കിൽ നമുക്ക് ഒപ്റ്റിമസിലിടാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡിസ്പ്ലേന്റെ ഔട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ RTX എന്നാണ്. ഈ ഇന്റലിന്റെ ഒരു ഇന്റേണൽ GPU ഉണ്ട്, അതിന്റെ പേര് എനിക്ക് മറന്നുപോയി. അപ്പൊ ആ GPU എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് എടുക്കാം. അത് ഓട്ടോമാറ്റിക് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ CPUന്റെ ആ ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക് കാർഡിൽ നിന്ന് വരും, അല്ലെങ്കിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് ഇതിലേക്കും കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് സംഭവം. പിന്നെ ബ്ലൂ ഷീൽഡ് റെസിസ്റ്റൻസ്, അതായത് ബ്ലൂ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഞാൻ ഓഫ് ചെയ്തിട്ടായില്ല. പിന്നെ OLEDക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ നമ്മൾ ഓണായി വരുന്ന സമയത്ത് ഒരു ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാവും. അത് വേണമെങ്കിൽ നമുക്കിവിടെ അത് വേണമെങ്കിൽ ഓഫ് ആക്കാം, ആനിമേഷനും സൗണ്ടും കാര്യങ്ങളും. അതിന്റെ പകരം നമുക്ക് ആ ലോഗോ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഇമേജ് കൊടുക്കണമെങ്കിൽ അതും ഇവിടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായിരിക്കും ഇനി മുതൽ വരിക. ഓക്കെ, അപ്പൊ സാധനങ്ങളൊക്കെ അടിപൊളിയായി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ ഇതിനകത്ത് കളിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെ Xboxന്റെ കൺട്രോളറാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ റെസിഡന്റ് ഈവിൽ 2 കളിക്കാൻ പോകുന്നത്. ഇതിനകത്തുള്ള FPS നിങ്ങൾ കണ്ട 184, 87, 76 ഒക്കെയാണ് ഇതിന്റെ FPS ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അതായത് ഞാൻ വൺ ഹാൻഡിലാണ് ഇപ്പോൾ പ്ലേ ചെയ്യുന്നത്. ഗ്രാഫിക്സ് കണ്ട ഭയങ്കര ക്വാളിറ്റിയിലാണ് ഇതില്ല. ഇതിന്റെ സെറ്റിങ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന്റെ സെറ്റിങ്സ് എന്ന് പറയുന്നത് ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ ഇത് ഇന്റർനെറ്റ് കണക്റ്റഡ് അല്ല. ഓക്കെ, ഇത് നമുക്ക് ഡിസ്പ്ലേസ് ഗ്രാഫിക്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ, ഇത് 2K റെസൊല്യൂഷൻ റെൻഡർ ചെയ്യുന്നത്. അൾട്രാ ക്വാളിറ്റിയിലാണ് ഉള്ളത്. 240 ഹെർട്സിൽ ഇട്ടിട്ടുണ്ട്. ഹൈ, മാക്സ്, ഹൈ. ഈ ഹൈ ഒക്കെ എന്ന് പറയുന്നത് ഇതിന്റെ അപ്പുറത്ത് മാക്സ് ഒന്നും ഇല്ല കേട്ടോ. അതൊക്കെ ഹൈ ആണ് ഏറ്റവും ടോപ്പായിട്ട് വെക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ. പിന്നെ റേ ട്രേസിങ് ഓൺ ആക്കണമെങ്കിൽ നമുക്ക് 12 GB ഗ്രാഫിക് കാർഡ് വേണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 GB മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് RTX ഓൺ ആക്കാൻ പറ്റുന്നില്ല ഈ ഗെയിമിൽ. മറ്റേ ഗെയിംസിലൊക്കെ പറ്റും, ഈ ഗെയിംസിൽ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ FPS എന്ന് പറയുന്നത് അബൌട്ട് 185 തൊട്ട് 200ന്റെ ഉള്ളിൽ വരെ നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. നമുക്ക് കുറച്ച് തെർമൽസും കൂടെ നോക്കി നോക്കാം, കുറച്ച് കളിച്ചു നോക്കാം നമുക്കിത്. എന്നിട്ട് എന്താണ് ഇതിന്റെ ഇത് നോക്കാം. വൺ ഹാൻഡ് ആയതുകൊണ്ട് കളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇതിൽ. ഓക്കെ, ഇപ്പോൾ നമ്മളെ FPS എന്ന് പറയുന്നത് അബൌട്ട് 240 FPS നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇത് അതായത് ഇതിനകത്തായതുകൊണ്ടാണ് ഇത്ര ഇത് കിട്ടുന്നത്, FPS കിട്ടുന്നത്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ CPU യൂട്ടിലൈസേഷൻ 65 ഒക്കെ വരുന്നുണ്ട്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 75 ഡിഗ്രി സെൽഷ്യസ് ആണുള്ളത്. പിന്നെ GPU യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് 99%, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 76% ആണുള്ളത്. റാമും 10 GB യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡിസ്പ്ലേ ഒരു രക്ഷയുള്ള നല്ല അടിപൊളി ക്വാളിറ്റിയാണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഓഫറിൽ വരുന്ന സമയത്ത് ഈ 5070 നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾ ഗെയിമിങ്ങിന് വേണ്ടിയിട്ടാണ് ഒരു ലാപ്ടോപ്പ് നോക്കുന്നതെങ്കിൽ ഇതാണ് ബെസ്റ്റ്. അത് 1.5 lakhs വരുന്ന 5070 വേരിയന്റ് നിങ്ങൾക്ക് ഏത് കിട്ടിയാലും അതായിരിക്കും ബെസ്റ്റ്. അപ്പോൾ പ്രിഡേറ്റർ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ലാപ്ടോപ്പ് ഏസർ പ്രിഡേറ്റർ സീരീസ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ പഴയ ലാപ്ടോപ്പ് നൈട്രോ 5 ആയിരുന്നു. അത് ഏസറിനോട് ഉള്ള ഒരു ഇതിനെ കൊണ്ട് എടുത്തു വന്നല്ല, ഇത് ഓഫറിൽ വന്നുകൊണ്ട് ഞാൻ എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ബിൽഡ് ക്വാളിറ്റി വൈസ് ഇത് എന്ന് പറയുന്നത് മെറ്റലാണ് വരുന്നത്. ബാക്കിൽ ഇതിന്റെ ബാക്ക് പാനൽ വരുന്നത് മെറ്റലാണ്, അടിഭാഗവും വരുന്നത് മെറ്റലാണ്. ഇതിന്റെ അകത്ത് ഇന്നർ പാർട്ട് ഉണ്ടല്ലോ, ഈ ഇന്നർ പാർട്ട് ഫുൾ പ്ലാസ്റ്റിക്കാണ്. ഇത് പ്ലാസ്റ്റിക് ആണ്. ബെസൽസ് ഒക്കെ ഭയങ്കര തിന്നാ. ഓക്കെ, ഇതിന്റെ ബാക്ക് പാർട്ടും പിന്നെ ഔട്ടർ റീജിയൻ ഫുള്ള് മെറ്റലാണ്. ഇതിനകത്ത് ഇല്ല, അലുമിനിയം ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. കൊള്ളാം. നമുക്കിതിലൊരു ലോങ് ടേം റിവ്യൂ നമുക്ക് ഇടാം വേണമെങ്കിൽ. ഗെയിംസ് ഏതെങ്കിലും നിങ്ങൾക്ക് റിവ്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത് പറയാം.
ഏത് ഗെയിമിന്റെ റിവ്യൂ ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് നമുക്ക് തെർമൽസ് അടക്കം വിത്ത് FPS നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, ഏതാണോ വേണ്ടത് നിങ്ങൾക്ക് അത് കമന്റ് ചെയ്യുക. അപ്പോൾ തൽക്കാലത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ നിങ്ങൾക്ക് അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു കൺട്രോളർ വാങ്ങുക. കൺട്രോളറിൽ ഇതിന്റെ മറ്റേ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ടോപ്പ് നോച്ച് ആണ് ഇതുള്ളത്. അപ്പൊ ഞാനൊരു 1700 ഒരു കൺട്രോളർ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ എന്റേതല്ല, ഇതെന്റെ ഒരു ഫ്രണ്ടിന്റെ എക്സ്ബോക്സിന്റെ ഞാൻ ഇവിടെ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിട്ട് വന്നിട്ട് ഉള്ളതാണ്. ഇത് കൊള്ളാം. എന്തായാലും ഈ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് വർത്തായി പോയി. എനിക്ക് അത്രേ പറയാനില്ല. ഇത് ഭയങ്കര വർത്താണ് ഈ സാധനം എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും എപ്പോഴും ഈ ഒരു സാധനത്തിന്റെ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്ത് വെച്ചേക്കാം. ഇത് ഞാൻ നോക്കുന്ന സമയത്തൊക്കെ ഇത് ഓഫേഴ്സിൽ കിട്ടാറുണ്ട്. ഇപ്പോൾ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 1,55,000 ആണ്. അതും വർത്താണ്. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഈ ലാപ്ടോപ്പിനെ കുറിച്ച് അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഇതിന്റെ പ്രൊഡക്റ്റ് ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്യാം. ഓക്കെ, അപ്പോ മറ്റൊരു വീഡിയോയുമായി പിന്നെ ഒരു ദിവസം കാണാം നമുക്ക്. ഓക്കെ, ബൈ.